ലഹരിക്കെതിരെ നമുക്കറിയാം നാട് മുഴുവൻ ആഞ്ഞടിക്കുകയാണ്. കാരശ്ശേരി പഞ്ചായത്തും പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളുമാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഒരു നാടിനെ മുഴുവൻ കാർന്നു തിന്നാൻ ശേഷിയുള്ള മാരക രാസലഹരികൾ നമ്മുടെ നാടിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതിന്റെ ഭവിഷ്യത്ത് ഇപ്പോൾ ജനങ്ങൾ മൊത്തം അറിഞ്ഞു തുടങ്ങി. മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യെയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളും അണിനിരന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. കോഴിക്കോട് ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണത്തിൽ നമ്മുടെ നാട്ടിലെ കാരശ്ശേരി പഞ്ചായത്തിലെ വെന്റ് പൈപ്പ് പാലം ഉൾപ്പെടെ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും നോക്കി നിൽക്കാൻ പറ്റില്ലെന്ന് എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഭരണകൂടത്തിനോ ഒരു പോലീസ് സംവിധാനത്തിനോ മാത്രം ഇതിൽ നിന്നും മുക്തമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും യോദ്ധാവായേ പറ്റൂ. ഒരു വെന്റ് പൈപ്പ് പാലം മാത്രമല്ല, നിരവധി സ്ഥലങ്ങൾ ജനങ്ങൾക്ക് തന്നെ അറിയാം. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെയൊക്കെ അയൽപ്രദേശമായ താമരശ്ശേരിയിൽ നടന്ന ദാരുണ സംഭവങ്ങളും മറ്റനേക സംഭവങ്ങളും നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും തൊട്ടടുത്തും നമ്മുടെ വീടുകളിലും ആയിക്കൂടായില്ല. ഭയം കൊണ്ടോ മറ്റോ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ദോഷം ചെയ്യും. പല വീടുകളിലും പല അമ്മമാരും പല ഉമ്മമാരും പല വാപ്പമാരും ഈ ലഹരിയെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന, മക്കളെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന വീട്ടിൽ നിൽക്കേണ്ട ഒരവസ്ഥ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുത്തേ പറ്റൂ. നിയമത്തിൻ്റെ ചില പോരായ്മകൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇല്ലായ്മയില്ല. അതിനെല്ലാം മാറ്റം വരുത്തേണ്ടതുമുണ്ട്. പക്ഷേ ഈ കേസുകൾ പിടിക്കപ്പെട്ടാൽ നിസ്സാര കേസുകളല്ല, ജീവിതം തന്നെ നശിച്ചു പോകുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിലുള്ള നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഇതുപോലെ തന്നെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റുകയും അവർക്ക് വേണ്ട ചികിത്സ നൽകുകയും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മുടെയും കടമയാണ്. ലോകം എത്ര വിശാലമാണ്, എത്ര സുഖ സൗകര്യങ്ങൾ നമുക്കായിട്ടുണ്ട്. നമ്മയെയും നമ്മുടെ നാടിനെയും കാർന്നു തിന്നുന്ന ഈ വിപത്തിൽ നിന്നും നമുക്ക് രക്ഷ തേടേണ്ടതുണ്ട്. നമുക്ക് കൈകോർക്കാം ഈ നാടിൻ്റെ നന്മക്കായി.